കേശുവാണ് വിളിക്കണേ. കേശു വിളിച്ചാ പറഞ്ഞ ഇരി മാമ ഇരി മാമ. പൊക്ക് പൊക്ക് ഇരുത്ത്. എടാ നീ ചിരിക്കണേണ കരയണേടാ കേശു? രണ്ടും കെട്ട അവസ്ഥ നിൽക്കുകയാണ്. മാമ പറ പറ, നീ എന്താണ് ഉദ്ദേശിക്കണേ? ഒരു കാര്യം ചെയ്യ്, നീ അടുക്കളയിൽ പോയി വെട്ടി എടുത്തോണ്ടോ. ഒറ്റ വെട്ടി തന്നെ കൊല്ലടാ. എന്തിനിങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം? എന്നിട്ട് മാമനല്ലേ? അമ്മ സത്യമായിട്ട് ഒന്നും അറിഞ്ഞോണ്ടല്ല. ചെയറ് വലിച്ചെടുത്തപ്പോ ഞാൻ വോയിസ് കൂടിപ്പോയി. മാമനടുത്തല്ലോ ഞാൻ പറഞ്ഞ, അതിന് മുമ്പ് കയറിയിരിക്കുക. മാമ സത്യമായിട്ട് അറിഞ്ഞുകൊണ്ടല്ല, എല്ലാം യാദൃശ്യമായിട്ട് പറ്റണയാണ്. അല്ലെങ്കിൽ തന്നെ ഇന്ന് മാമൻ്റെ വീഴ്ചയുടെ ദിവസമാണ് മൊത്തം. ഇന്നല്ല, കുറേ ദിവസങ്ങളായിട്ട് മാമൻ്റെ വീഴ്ചയുടെ ദിവസങ്ങളാണ്. അതെ ഉണ്ട്. സോറി, മൊത്തത്തിൽ വീഴ്ചയാണ്. ഇനി ഞാൻ ഇല്ല, ഞാൻ തീർന്നു, ഞാൻ ചത്ത്. ഒന്ന് കൂളാവ ശ്രീ. അയ്യപ്പാ. ഹലോ, റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറ്റുമോ? ആര്? നിന്റെ അമ്മായിയപ്പൻ. ചേച്ചി അത് നമുക്ക് പിന്നെ സോൾവ് ചെയ്യാം. ഇതൊന്ന് പറഞ്ഞെടുത്തോട്ടെ. റെസ്റ്റോറൻറ്റ് കേട്ടിട്ടുണ്ടോ? റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറ്റുമോന്ന്. ചേച്ചിയുടെ അഭിപ്രായം തോന്നുന്നു. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇനി നീയാണ് അതിൻ്റെ മറുപടി പറയേണ്ടത്. അല്ല, ഈ റെസ്റ്റോറൻറ്റ് എന്നുള്ളത് നല്ലൊരു തീരുമാനമാണ്. ആണല്ലോ, പൊളി ഐഡിയ. പൊളിയല്ലേ? നല്ല ഫുഡ് കൊടുക്കണം. നല്ല, അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത്. നല്ല അടിപൊളി നല്ല ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാട്ടിലാണെങ്കിലും ആളുകൾ വണ്ടി വിളിച്ചു വരും. അത് കറക്റ്റ്. സെറ്റ് ഐഡിയ, അടിപൊളി ഐഡിയ. ഞാൻ എൻ്റെ ഒരു പരിചയത്തിലൊരു ആളുടെ കടയുണ്ട്. സാധനങ്ങളൊക്കെ അവിടെ സെറ്റാണ്. നമ്മളൊരു പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്താൽ നമുക്ക് ഒരാഴ്ചയൊക്കെ കട തുടങ്ങാം. അപ്പോൾ കുക്കറാ? കുക്കറും ചീനച്ചട്ടിയും എല്ലാം ഉണ്ട് അവിടെ. ഷെഫ് മാമ. ഷെഫ് ഷെഫാണല്ലേ ഉദ്ദേശിച്ചത്? ഷെഫ് എൻ്റെ ഫ്രണ്ട് അറേഞ്ച് ചെയ്ത് തരും. അല്ല, സ്ഥലം എവിടെ? ഇൻഫോ പാർക്കിനടുത്താ, രാജഗിരി വാലി എന്നും പറഞ്ഞിട്ട്. നല്ല സ്ഥലമാണ്. ഒറ്റ ഡിമാൻഡ് ഉള്ളവർക്ക്. ആ കടയ്ക്കൊരു പേരുണ്ട്, കയ്യാൽ. ആ പേര് നിലനിർത്തണം, അത്രേ ഉള്ളൂ. ചേച്ചിയുടെ ധൈര്യത്തിന്റെ പിൻബലത്തിൽ നമുക്ക് തുടങ്ങാം അല്ലേ? സെറ്റ്. ഞാന് തെറ്റിദ്ധരിച്ചു പോയിച്ചു. ചേച്ചിക്ക് സഹോദര സ്നേഹം ഇല്ലെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലൂടെ അങ്ങനെ പോയി. അലവലാതി അലവലാതി. അതെ, സ്വീറ്റ് അലവലാതി. ആര്?